അപ്പോൾ കൂട്ടുകാരെ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കഥയാണ് പറയാനുള്ളത്. കാസർഗോഡ് നിന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് പറഞ്ഞത് സുധീഷിൻ്റെ പിറന്നാളാണെന്നുള്ളത്. നേരെ നോക്കിയില്ല, കണ്ണൂർ സൈഡിൽ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി കസാര ഇടുന്ന കിട്ടിയത് ചോദിക്കരുത്. എന്തായാലും ലൈറ്റിന് ഉണ്ണിയേട്ടൻ നമ്മളെ രക്ഷിച്ചു. നേരെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ട് ഒരു കസാരയും വെച്ച് കസാരയുടെ മുകളിൽ നേരെ ഒരു കേക്കും വെച്ചിട്ട് ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ സുധീഷിനെ വിളിക്കാനുള്ള പരിപാടിയാണ്. കുറേ പ്ലാനിങ് ഒക്കെ പറയുന്നുണ്ട്. നിരഞ്ജൻ അവിടെ വിളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ പരിപാടി ആദ്യം തന്നെ പാളിപ്പിക്കാൻ വേണ്ടി സഞ്ജയ് എന്തൊക്കെയൊക്കെയോ വന്ന് പറയണത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ നിയന്ത്രണമാണ്, പക്ഷെ അതൊന്നും നടന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ സുധീഷിനെ വിളിച്ചു. സുധീഷ് നേരെ വന്നു. സുധീഷിന് വല്ലാത്ത സന്തോഷമായി. എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നേരെ സൽജാസ്കൻ്റെ ഡാൻസൊക്കെ നല്ല രസമാണ്. എന്തായാലും നേരെ വന്നിട്ട് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. കേക്ക് മുറിക്കുന്ന സമയത്ത് അധികം സൗണ്ട് ഉണ്ടാവാത്ത രീതിയിൽ ഞങ്ങൾ അവിടെ ശ്രമിച്ചു. കാരണം തൊട്ടടുത്ത് വീടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. എന്തായാലും കേക്ക് മുറിച്ചു, കേക്ക് എല്ലാവർക്കും കൊടുത്തു. അതിൻ്റെ ഇടയിൽ സ്ഥിരം ഉണ്ടാവുന്ന കലാപരിപാടിയായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് കോളുകളൊക്കെ വരൽ തുടങ്ങി. എന്തായാലും കേക്ക് മുറിച്ചതിൻ്റെ സന്തോഷത്തിൽ സുധീഷ് വികാര നിർഭരനായി. സുഹൃത്തുക്കളെ, വികാര നിർഭരനായി. ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായത്. എന്തായാലും സന്തോഷമായി. എല്ലാവരും ഹാപ്പി ആവട്ടെ, സൂപ്പറാവട്ടെ. പിന്നെയാണ് ഡാൻസ് വണ്ടിയിൽ നിന്ന് തകർത്ത് പൊളിച്ചാറാടി വീണ്ടും നാട്ടിലേക്ക് തിരിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.